ഫോർട്ട് കൊച്ചി വൈപ്പിൻ സർവീസിനായി എത്തിച്ച പുതിയ ബോട്ടും യാത്രക്കിടയിൽ തകരാറിലായി. പോർട്ട് ഡയറക്ടറേറ്റിന്റെ അടക്കം എൻഒസി ലഭിച്ച ബോട്ടിന്റെ എഞ്ചിൻ രണ്ടാം ദിവസം തകരാറിലായതാണ് യാത്രക്കാരെ ആശങ്കയിലാക്കിയത്. അതേസമയം ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് എറണാകുളം LDF ജില്ലാ കമ്മിറ്റി നടത്തുന്ന നിരാഹാരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന ബാർജ് ഘടന മാറ്റി ഫോർട്ട് കൊച്ചി വൈപ്പിൻ ബോട്ടാക്കിയപ്പോൾ തന്നെ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ആക്ഷേപങ്ങളെല്ലാം ശരിയാണെന്ന് തെളിയിച്ച് പാപ്പി എന്ന ബോട്ട് ഇന്നലെ യാത്രക്കിടയിൽ പണിമുടക്കി. ബോട്ടിന്റെ സൈലൻസർ തകരാറിലായതാണ് കാരണം. പോർട്ട് ഡയറക്ടറേറ്റിന്റെ അടക്കം NOC ലഭിച്ച രണ്ടാം ദിവസം തന്നെ ബോട്ട് തകരാറിലായത് നാട്ടുകാരെ ആശങ്കയിലാക്കി. കൊച്ചിൻ ബോട്ട് അധികാരികളുമായിട്ട് അതിന്റെ ആശയവിനിമയം നടത്തും. അതെന്താണ് അത് സംഭവിച്ചത്, മെക്കാനിക്കൽ ഡിഫക്റ്റ് എന്താണ് സംഭവിച്ചതെന്നുള്ള കുറച്ചും കൂടി മേയറിന്റെ ശ്രദ്ധയിൽ നിന്ന് പെടുത്തിയിട്ടുണ്ട്. കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ നിന്ന് പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KJ ജേക്കബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നിരാഹാര സമരം ഇന്നും തുടരുകയാണ്. ഇപ്പോൾ ഇവിടെ ബോട്ട് ഇറങ്ങി, ഉച്ചയ്ക്ക് ബോട്ട് നിന്നുപോയി. കുരുത്തത്തിന് മധ്യത്തിൽ നിന്നിരുന്നെങ്കിൽ ആ ബോട്ട് കടലിൽ പോയി മുങ്ങുമായിരുന്നു. നമ്മൾ പറഞ്ഞതാണ് ആ ബോട്ട് വേണ്ടത്ര ഗുണമുള്ള ബോട്ടല്ല, അത് ഇറക്കരുത്, അപകടം ഉണ്ടാവും. പക്ഷെ ഒരു വാശിപൂർവ്വം അത് തന്നെ വീണ്ടും ഓടിക്കാൻ ശ്രമിക്കുകയാണ്. അത് ദാരുണമായിട്ടുള്ള നിരവധി പേരുടെ മരണത്തിന് കാരണമാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അത് അപകടമാണ്. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.